पंजाब में पेपर लीक हुआ। अरे एक सेकंड सर, आप बोलोगे उस पे? प्लीज। पंजाब में अरे पेपर सर लीक हुआ। रुकिए। पंजाब में पेपर लीक हुआ, आप उसके बारे में क्या बोलेंगे? उसके ऊपर भी एक्शन होना चाहिए। जहाँ जहाँ पेपर लीक होता है हर जगह एक्शन होना आम चाहिए। आदमी पार्टी अभिजीत आम आदमी पार्टी के लीडर जहाँ पर आते हैं, आप उनसे पूछोगे? बिल्कुल पूछेंगे, बिल्कुल अगर पूछेंगे। साइन मांगोगे, अगर साइन आप उनसे साइन मांगोगे? आपके पास ये न्यूज नहीं आई भी कितने पेपर लीक हो गए? क्या एजुकेशन सिस्टम है पंजाब में? നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ? ഈ വീഡിയോയിൽ നിന്ന് തന്നെ പല കാര്യങ്ങളും വ്യക്തമാണ് എന്നുള്ളതാണ് പറയാനുള്ളതെന്ന് പറയുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അതോടുകൂടി എല്ലാം അവസാനിച്ചു. ഒരിക്കലുമില്ല, അതൊരു തുടക്കം മാത്രമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ആ തുടക്കം BJPയുടെ ഒരു തുടക്കം അവരിട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താണ് ആ തുടക്കം എന്നല്ലേ, അത് തന്നെയാണ് ഈ വീഡിയോ സൂചിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ വീഡിയോയിൽ കാണുന്ന പാറ്റ തലവന്റെ ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഡബിൾ സ്റ്റാൻഡ് രീതി എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. കാരണം അഭിജിത്തിന്റെ അടുത്ത് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുന്നു, എന്താണ് പഞ്ചാബിലെ ക്രമക്കേടിനെ കുറിച്ച്, AP ഭരിക്കുന്ന പഞ്ചാബ്, പ്രതിപക്ഷ പാർട്ടി ഭരിക്കുന്ന പഞ്ചാബ്. അപ്പോൾ അഭിജിത്ത് നൈസായിട്ട് അങ്ങ് മാറുന്ന ഒരു കാഴ്ചയാണ് വളരെ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ കാണുന്നതെന്ന് പറയുന്നത്. കാരണം ഡൽഹിയിൽ ഈ പറയുന്ന രീതിയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിക്കായിട്ട് പോരാടിയ വ്യക്തി AP ഭരിക്കുന്ന പഞ്ചാബിലെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും മിണ്ടാട്ടം മുട്ടിപ്പോയി. പിന്നെ അവസാനം എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങ് ഒഴിച്ചു വിടാൻ വേണ്ടിയിട്ട് അങ്ങ് മുടന്ത ന്യായം പറഞ്ഞ് അങ്ങ് ആ ഒരു സംസാരം നിർത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ കൃത്യമായിട്ട് കാണാൻ സാധിച്ചതെന്ന് പറയുന്നത്. അതായത് AP ഭരിക്കുന്ന പഞ്ചാബിലെ കാര്യം വളരെ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞ ആ വ്യക്തിയെ ആ ഒരു രീതിയിൽ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്ന ഒരു കാഴ്ചയാണ് ഈ വീഡിയോയിൽ കണ്ടതെന്ന് പറയുന്നത്. ഇതിൽ നിന്ന് എന്താണ് വ്യക്തമായത്? ഡബിൾ സ്റ്റാൻഡ് രീതി, ഒരിടത്ത് ഒരു നയം മറ്റൊരിടത്ത് മറ്റൊരു നയം എന്നുള്ള രീതി. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇനിയാണ് കളി തുടങ്ങുന്നതെന്ന് പറയുന്നത്. കളി തുടങ്ങുന്നത് മാത്രമല്ല, ഇനിയാണ് ശരിക്കും BJPയുടെ മാസ്റ്റർ പ്ലാൻ അത് വർക്കൗട്ട് ആക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതെന്ന് പറയുന്നത്. അതിൽ ഏറ്റവും വലിയ തോതിൽ പ്രശ്നം നേരിടാൻ പോകുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് എടുത്തു പറയേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പറയുന്ന നമ്മുടെ കേരളത്തിൽ പോലും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തരത്തിലോട്ട് ഇനിയിപ്പോൾ BJP സംഘികൾ വളരെ വലിയ തോതിൽ കാര്യങ്ങൾ മാറ്റുമെന്നുള്ളതും ഉറപ്പാണ്. കാരണം ഇവിടെയും പ്രശ്നങ്ങളൊന്നും ഇല്ലാതില്ലല്ലോ. പല രീതിയിലുള്ള PSC പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ പല തരത്തിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ കേരളത്തിലും വേണ്ടുവോളം ഉണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇനി ഉള്ള കളികളെല്ലാം തന്നെയും BJPയുടെ കോട്ടയിൽ നിന്നായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ ഒരു തുടക്കമാണ് ഈ പറയുന്ന രീതിയിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി BJP കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചെടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഭിജിത്ത് ആയാലും പാർട്ടികളായാലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന തോതിൽ പ്രതിപക്ഷ പാർട്ടികളായിട്ടുള്ള കോൺഗ്രസ് ഉൾപ്പെടെ പല പാർട്ടികളായാലും കുടുങ്ങാൻ പോകുന്നതേ ഉള്ളൂ. കാരണം ഇനിയിപ്പോൾ സംഘികൾ എല്ലാ അർത്ഥത്തിലും പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ആ ഒരു തരത്തിൽ നോട്ട് ചെയ്യും. അവിടെ ഉണ്ടാകുന്ന ഈ പറയുന്ന രീതിയിൽ വിദ്യാഭ്യാസപരമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിലുണ്ടാകുന്ന ക്രമക്കേടുകളൊക്കെ തന്നെ വലിയ തോതിൽ പ്രക്ഷോഭങ്ങളാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് അതിന് വേണ്ടപ്പെട്ടവർ തന്നെ രാജിവെച്ച് പുറത്തു പോകേണ്ട ഒരു അവസ്ഥയിലോട്ട് പ്രതിപക്ഷ പാർട്ടികളിലുള്ളവർ മാറുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതിൽ ഒരു സംശയവും വേണ്ട. പ്രതിപക്ഷത്തെ തറ പറ്റിക്കുന്ന തരത്തിലോട്ട് ഇനി അങ്ങോട്ട് കാര്യങ്ങൾ സംഘികൾ കൂട്ടത്തോടുകൂടി മാറ്റുമെന്നുള്ളതാണ് വ്യക്തമാവുന്ന കാര്യം എന്ന് പറയുന്നത്. അതിനുള്ള നീക്കം തന്നെയാണ് BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാഥാർത്ഥ്യം അതിൽ നിന്ന് തന്നെ വ്യക്തം. കാരണം ഈ പ്രതിപക്ഷ പാർട്ടിക്ക് വാ തുറക്കാൻ സാധിക്കത്തില്ല. കാരണം കേന്ദ്രത്തിൽ നിന്നും ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയത്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള സംസ്ഥാന സർക്കാരുകൾ, അതായത് പ്രതിപക്ഷം ഭരിക്കുന്ന ബാക്കിയുള്ള സ്റ്റേറ്റുകളിലുള്ള സംസ്ഥാന സർക്കാരുകളൊക്കെ തന്നെയും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ, അതായത് ഇത് ഇവിടെ കൊണ്ടൊന്നും തന്നെ അവസാനിച്ചു എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ. പ്രശ്നങ്ങൾ പല തരത്തിൽ തന്നെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇനിയും ഉണ്ടാകാം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഒരു മന്ത്രി രാജിവെച്ചെന്ന് എഴുതിയിട്ട് എല്ലാം അങ്ങായി എന്നുള്ള ഒരു ഇതൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഇനിയും പല രീതിയിൽ പലതരത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനത്തായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇങ്ങനെ ഒരു നീക്കം കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോഴത്തേക്കും ഇനി അങ്ങോട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന രീതിയിൽ പ്രതിപക്ഷ പാർട്ടികളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അവർക്ക് ഇനി ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, ക്രമക്കേടുകൾ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പല രീതിയിൽ സംഘികൾ കയറി നിരങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജിവെപ്പിക്കേണ്ടവരെ രാജിവെപ്പിക്കുന്ന തരത്തിലും സംഘികൾ മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു. ഇനിയിപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ എന്ത് ന്യായം പറഞ്ഞ് നിൽക്കാൻ പറ്റും? കേന്ദ്രം തന്നെ ഇങ്ങനെ ഒരു കാര്യം നടത്തിയിരിക്കുന്നു. അപ്പോൾ പിന്നെ ഇനി ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇനിയിപ്പോൾ പലതരത്തിൽ പല കാര്യങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇവിടെ ഉള്ള സംഖ്യകൾ ഉൾപ്പെടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും 8ന്റെ പണി സംസ്ഥാന സർക്കാരിനും പ്രതിപക്ഷത്തിനും കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റുമെന്നുള്ളതും ഉറപ്പാണ്. അപ്പോൾ ഇത് വേറൊരു തരത്തിലോട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ BJP കേന്ദ്ര നേതൃത്വം നടത്തിയിരിക്കുന്നതെന്ന് പറയുന്നത്. അതിൽ പെടാൻ പോകുന്നത് ഉറപ്പായിട്ടും പ്രതിപക്ഷ പാർട്ടികളായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതെന്തായാലും അതിന്റെ തുടക്കം മിക്കവാറും പഞ്ചാബിൽ നിന്നായിരിക്കും എന്ന കാര്യം സംശയമില്ല. കാരണം പഞ്ചാബിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന പാർട്ടികളുടെ
വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്യാൻ വന്ന അഭിജിത്തിന്റെ ഡബിൾ സ്റ്റാൻഡ് രീതി എന്താണ് എന്നുള്ളത് ഈ വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതായത് തന്റെ അരവിന്ദ് കെജ്രിവാൾ ഭരിക്കുന്ന പഞ്ചാബിന്റെ കാര്യം ചോദിച്ചപ്പോഴത്തേക്കും മിണ്ടാട്ടമില്ല, പക്ഷെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്യണം എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറണം. പക്ഷെ ആ ചോദിച്ച വ്യക്തി ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ പാറ്റാത്തലവന്റെ വാക്കകത്ത് പഴം കുത്തിക്കയറ്റി വെക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം നേരെ ചൊവ്വേ ഉത്തരവില്ല, തൊട്ടടുത്തിരിക്കുന്ന വ്യക്തി തന്നെ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുന്നു ആ ചോദ്യം. അപ്പൊ ഇതിൽ നിന്ന് 100% വ്യക്തമാണ്, പണി ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ആ പണി സംഘികൾ ഇതിനോടകം തന്നെ തുടങ്ങിയിരിക്കുന്നു എന്ന കാര്യം സംശയമില്ല. ഇപ്പോ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് പ്രതിപക്ഷ പാർട്ടികൾ നേരിടാൻ പോകുന്ന വമ്പൻ പ്രശ്നങ്ങൾ, അതിൽ രാജിവെപ്പിക്കുന്ന തരത്തിലോട്ട് ആരെയൊക്കെ മാറും അല്ലെങ്കിൽ ആരെയൊക്കെ സംഘികൾ തന്നെ മാറ്റും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മക്കളെ, അതിൽ ഒരു സംശയമില്ല. എന്തായാലും ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ഇപ്പോൾ കേന്ദ്രം നടത്തിയത്. കാരണം ഞാൻ ഉറപ്പിച്ചു പറയാം, കാരണം ഈ പറയുന്ന സംഘികൾ ഒന്നും കാണാതെ ഒരു കാര്യം ചെയ്യത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. അവർ ഈ പറയുന്ന മാതിരി കോൺഗ്രസ് പോലെ അല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷത്തെ പോലെയൊന്നും അല്ല അവർ ചിന്തിക്കുന്നതെന്ന് പറയുന്നത്. അവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാ അർത്ഥത്തിലും അത് വർക്കൗട്ട് ആക്കാനായിട്ട് പറ്റുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കും അവർ ആ ഒരു അർത്ഥത്തിൽ അവർ ചിന്തിക്കുന്നതും അത് പ്രവർത്തിക്കുന്നതും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിയവർക്കറിയാം സംഘികളുടെ രീതി എങ്ങനെയാണ് എന്നുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു നീക്കം BJPയുടെ ഭാഗത്ത് നിന്ന്, കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത് പ്രതിപക്ഷ പാർട്ടികൾ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ പറയുന്ന അഭിജിത്ത് ഉൾപ്പെടെ പാർട്ടി ഉൾപ്പെടെ പെട്ടുപോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഇനി അങ്ങോട്ട് മാറാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ പല കാര്യങ്ങൾ വരാനിരിക്കുവാണ്. ഈ സമരത്തിന്റെ മറവിൽ പല രീതിയിലുള്ള കോലാഹലങ്ങൾ ഉണ്ടാക്കി നാടിന് ആപത്തുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റാനായിട്ട് ഗൂഢാലോചന ചെയ്ത അല്ലെങ്കിൽ ഈ സമരത്തിനിടയിൽ കയറി അതിൽ പ്രവർത്തിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റിയ ആൾക്കാരെ ഒക്കെ തന്നെ തൂക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും അതിനുള്ള പണിയും പ്രതിപക്ഷ പാർട്ടികളെ പുറഞ്ച പണിയാനുള്ള എല്ലാ വിധത്തിലുള്ള കാര്യങ്ങൾക്കും തുടക്കം കുറിച്ചിരിക്കുന്നു ഇന്നലത്തോടെ സംഘികൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ നിങ്ങൾ പേടിക്കേണ്ടിയിരിക്കുന്നു, അത് ഇനിയാണ് നിങ്ങൾ പേടിക്കേണ്ടിയിരിക്കുന്നത്. നിങ്ങളുടെ കസേരകൾക്ക് ഇനി ഉറപ്പില്ലാതാകുന്ന തരത്തിലോട്ട് സംഘികൾ കാര്യങ്ങൾ മാറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം സംഘികൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, ഇത് അവർ ബോണസാക്കി മാറ്റത്തേ ഉള്ളൂ. കാരണം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വേറെയാണ്. ആ ലക്ഷ്യത്തിൽ അവർ എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റാനായിട്ട് അവർ പല കാര്യങ്ങളും താൽക്കാലികമായിട്ട് വേണ്ട എന്ന് വയ്ക്കും. അതിൽ ഒന്നാണ് ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ ഈ രാജി എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ ലക്ഷ്യം മറ്റു പല വലിയ കാര്യങ്ങളുമായിരിക്കും. അതിനു വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ അവർ വേണ്ട എന്ന് വയ്ക്കും. അതിലൊന്നാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ ലക്ഷ്യം എന്താണോ അത് അവർ എങ്ങനെയും നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അത് ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളിൽ കൃത്യമായിട്ട് അതിന്റെ നീക്കങ്ങൾ ആരംഭിക്കുമ്പോഴത്തേക്കും പലർക്കും അത് ബോധ്യപ്പെടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്.